കേരളീയം. ആ ഒരാഴ്ച മാത്രമല്ല, കേരളീയം നടത്ത ഒരാഴ്ച മാത്രമല്ല, അതിനുവേണ്ടി സ്പോൺസർഷിപ്പിന് വേണ്ടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്പോൺസർഷിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നത്. അങ്ങനെ സ്പോൺസർഷിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ഉദ്യോഗസ്ഥന് അവാർഡ് വരെ കൊടുത്തു കേരളീയം കഴിഞ്ഞ വേദിയിൽ വെച്ച് തന്നെ. അപ്പം അങ്ങനെ സമാന്തര പ്രവർത്തനങ്ങൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, തൻ്റെ തലയിൽ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നതൊക്കെ മാറ്റിവെച്ച് സമാന്തര പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് അന്ന് കേരളീയം പോലെയുള്ള വേദിയിൽ നാം കണ്ടത്. അങ്ങനെ മാത്രവുമല്ല, ഓർമ്മിക്കണം, സെക്രട്ടേറിയറ്റിൽ നിന്ന്, അതായത് അതിന്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഓരോ വകുപ്പിനെയും ഒരു IAS ചാർജ് ഉണ്ട്. അങ്ങനെയുള്ള ആ ഉദ്യോഗസ്ഥരൊക്കെ ഈ കേരളീയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ കേരളീയം വേദിയിൽ വന്നോ വന്നില്ലയോ, വരണമെന്ന് നിഷ്കർഷിച്ച സമയങ്ങൾ പോലും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇനി ഒരു പക്ഷേ വരാതിരുന്നവർ തന്നെയും ഓഫീസിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് സർവ്വതും നോക്കി നടത്തേണ്ട IAS ഓഫീസർ സ്ഥലത്തില്ല, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സ്ഥലത്തില്ല എന്ന കാരണം കൊണ്ട് തന്നെ എത്രയോ നല്ല രീതിയിൽ, ശക്തമായ രീതിയിൽ അവരുടെ ജോലി ഉഴപ്പി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതുപോലെ നമുക്കറിയാം, കേരളീയം നടന്ന ഒരാഴ്ച മുഴുവനും സെക്രട്ടേറിയറ്റ് അടച്ചിട്ട സ്ഥിതിയായിരുന്നു. ഒരു ഉത്തരവാദിത്വമുള്ള വർക്കും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അടച്ചിട്ട ഒരാഴ്ച മാത്രമല്ല, അതിന് മുൻപും അതിന് പിൻപും അതിൻ്റെ ഇമ്പാക്റ്റ് കാണും. എന്താ കാരണം? അതിന് മുൻപുള്ള സമയത്താണ് ഇതുപോലെ തന്നെ ഈ പറയപ്പെട്ട സ്പോൺസർഷിപ്പ് കളക്ഷനുമായിട്ട് ഉദ്യോഗസ്ഥർ ഇറങ്ങി നടക്കുന്നത്. അതും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി നടക്കുന്നത്. എങ്കിൽ മാത്രമേ വിചാരിച്ചതുപോലെ പണം കിട്ടുകയുള്ളൂ, സ്പോൺസർഷിപ്പ് കിട്ടുകയുള്ളൂ. അങ്ങനെ പോകുമ്പോഴും ആ ഓഫീസിൽ വേറെ ഉള്ളവർ, താഴെ ഉള്ളവർ ഒന്നും ചെയ്യണമെന്നില്ല. അഥവാ അവർ ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു സിഗ്നേച്ചറിന്റെ പേരിൽ അവരുടെ ജോലി തടസ്സപ്പെട്ടെന്നിരിക്കും, ഒരു സിഗ്നേച്ചർ കിട്ടേണ്ടതിന്റെ പേരിൽ. അങ്ങനെ പലവിധ കാരണങ്ങൾ. അതായത് സത്യം പറഞ്ഞാൽ കേരളീയത്തിന് മുൻപും കേരളീയത്തിന്റെ സമയത്തും കേരളീയത്തിന് ശേഷവും അവിടെ സെക്രട്ടേറിയറ്റിൽ ഒരുപാട് നാൾ പ്രവൃത്തിയൊന്നും നടന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തെ 2024-25 ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഒറിജിനൽ ഗവൺമെന്റിന്റെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കണം. ആ ബജറ്റ് ഡോക്യുമെന്റിൽ A47 ടേബിൾ നോക്കുക. അതായത് ടാക്സസ് റേസ്ഡ് ബട്ട് നോട്ട് റിയലൈസ്ഡ്, നികുതികൾ ചുമത്തി പക്ഷെ പിരിച്ചെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ടേബിളുണ്ട്. ആ ടേബിളിൽ എന്താ പറയുന്നത്? നികുതി ഡിസ്പ്യൂട്ടിൽ പോയ നികുതികളെ പറ്റിയുണ്ട്, ട്രൈബ്യൂണലിലോ കോടതിയിലോ ഒക്കെ പോയ ഡിസ്പ്യൂട്ടിൽ പോയി പിരിച്ചെടുക്കാൻ പറ്റാത്ത നികുതികളെ പറ്റിയുണ്ട്, ഒരിടത്തും പോകാഞ്ഞിട്ടും പിരിച്ചെടുക്കാത്ത നികുതികളെ പറ്റിയുമുണ്ട്. അതായത് ഒരു ഡിസ്പ്യൂട്ടും ഇല്ല, പക്ഷെ പിരിച്ചെടുത്തില്ല. 15,000 കോടിയോളം നികുതിയേതര വരുമാനം ഞാൻ ഇവിടെ പറയുന്നില്ല, നികുതി 15,000 കോടിയോളം നികുതി വരുമാനം തന്നെ നമുക്ക് ലഭ്യമാകാതെ പോയി. എന്തുകൊണ്ടാണ്? അതിനെ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥര് ഒരു വ്യവസായിയോ വ്യാപാരിയോ ആരോ ആകട്ടെ, ടാക്സ് പോർട്ടൽ GST പോർട്ടലിൽ ടാക്സ് കയറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കൺസേൺഡ് ഓഫീസർ അത് ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് എന്തുകൊണ്ട് ഇത് ടാക്സ് പോർട്ടലിലേക്ക് ടാക്സ് കൊടുത്തില്ല, അതിന്റെ കാരണം ചോദിക്കണം. കാരണം ചോദിച്ച് പ്യൂണിറ്റീവ് ആക്ഷൻ, അതിനെതിരായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ് അതിന് മുൻപായിട്ട് ഒരു ടൈം കൊടുക്കണം. ആ ടൈമിനകത്ത് അവർ ടാക്സ് പോർട്ടലിൽ അവരുടെ ടാക്സ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതിന് ഓഫീസിൽ ഹൈവില്ല, ഫങ്ഷനിങ് അല്ല ഓഫീസ്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഒരു ഡിസ്പ്യൂട്ടും ഇല്ലാത്ത 15,000 കോടിയോളം രൂപ പിരിച്ചെടുക്കാൻ കഴിഞ്ഞ 2023-24 വർഷത്ത് കഴിയാതെ പോയത്. അപ്പൊ എന്താ അതുകൊണ്ട് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. നമ്മുടെ ഗവൺമെന്റ് ഒട്ടുമിക്ക സമയങ്ങളിലും വലിയ ധനപ്രതിസന്ധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നാം സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഉപയോഗിക്കുവാൻ 30,000 കോടി പ്രത്യേകമായിട്ട് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത്. എന്നിട്ടോ അതിനകത്ത്
13,000 കോടി കടമെടുക്കാൻ ഗവൺമെന്റ് സമ്മതിക്കുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നു. അത് മുഴുവനും കടമെടുക്കാൻ ഗവൺമെന്റിന് പറ്റിയില്ല, കേരളത്തിന് പറ്റിയില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണ്? സ്മാർട്ട് മീറ്റർ, അതായത് 0.5% GSDPയുടെ 0.5% നിങ്ങൾ ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കടമെടുക്കാം എന്നൊരു ഉപാധി വെച്ചിരുന്നു. പക്ഷേ ഉപാധിക്കനുസരിച്ച് ഇലക്ട്രിസിറ്റി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി സ്മാർട്ട് മീറ്റർ മാത്രം ഘടിപ്പിച്ചില്ല. സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാതിരുന്നത് കൊണ്ട് അതിൽ തട്ടി 4,866 കോടി കടമെടുക്കാൻ പറ്റാതെ പോയി. ബാക്കി കടമെടുത്തു. അതായത് ഈ 13,000 കോടി എന്ന് പറഞ്ഞത് ഈ 4,866 കോടി ഒഴിച്ചുള്ളത് സംസ്ഥാനത്തിന് കടമെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ടോ ഏപ്രിൽ മാസത്ത് നമുക്കറിയാം ശമ്പളം ഒരു പക്ഷേ വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ശമ്പളം കൊടുക്കാതിരിക്കേണ്ടി വരിക. അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും കേരളം എത്തിച്ചേർന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നിരങ്ങി നീങ്ങി, അതായത് 144 ദിവസം ഒരു സംസ്ഥാനത്തിന് ഓവർ ഡ്രാഫ്റ്റിൽ പോകാം. അങ്ങനെ 144 ദിവസവും ഓവർ ഡ്രാഫ്റ്റിൽ പോയ വർഷമായിരുന്നു കേരളീയവും നവകേരള സദസ്സും ഒക്കെ നടത്തിയ 23-24 വർഷം. ആ 2023 നമുക്ക് പറയാം. ആ വർഷം അങ്ങനെ കേരളീയമൊക്കെ നടത്തി ആഹ്ലാദിച്ച് ഗവൺമെന്റ് തിമിർപ്പിലായിരുന്നു. പക്ഷേ ട്രഷറി എപ്പോഴും പ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെയാണ് 144 ദിവസം ഓവർ ഡ്രാഫ്റ്റിൽ പോകേണ്ടി വന്നു. അതിൽ കൂടുതൽ പറ്റില്ല. പിന്നെ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് അതിന്റെ കൂട്ടത്തില് അങ്ങനെയാണ്. അവസാന നിവൃത്തിയില്ലാതെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം സുപ്രീം കോടതിയിൽ പോയി 30,000 കോടി കടം എടുക്കാൻ സമ്മതിക്കണം. ഈ വരുന്ന 3 മാസങ്ങളിലായിട്ട് അത്രയും നമുക്ക് അത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങും എന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ച് സുപ്രീം കോടതിയിൽ പോയി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ തള്ളിവിട്ടത് കേരളീയത്തെ തുടർന്നു വന്ന നവകേരള സദസ്സ്. നവകേരള സദസ്സിലൊക്കെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. അതായത് വലിയ ഭീകരവാദികൾ ചെയ്യാത്ത തരത്തിലുള്ള നിഷ്ഠൂര കർമ്മമാണ് ആ നവകേരള സദസ്സിനെതിരെ പ്രതികരിച്ച പ്രതിപക്ഷ കക്ഷിയിൽപ്പെട്ട ആൾക്കാരെ ഉപദ്രവിക്കുന്നത്. എന്നിട്ട് അത് എന്തായിരുന്നു, അതിന് മുഖ്യമന്ത്രി തന്നെ കൊടുത്ത ഉത്തരവ് എന്തായിരുന്നു? ആ ഉപദ്രവത്തെ പറ്റി, കൊല്ലാക്കൊല ചെയ്യുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ കർമ്മമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ജീവൻ രക്ഷാ കർമ്മം ഒക്കെ നടത്തി. സത്യം പറയാമല്ലോ, ആ കഴിഞ്ഞ 2022-23 വർഷം, അല്ലെങ്കിൽ 23-24 ഒരു ഭാഗവും കൂടി ചേർന്ന ആ പീരിയഡ്, കഴിഞ്ഞ ധനവർഷമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ധനവർഷം കേരളത്തിൽ ഭരണമേ നടന്നിട്ടില്ല. കാര്യക്ഷമമായ ഭരണം വാഗ്ദാനം ചെയ്ത് ഭരണത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ ഭരിക്കാൻ തന്നെ മറന്നുപോയ ഒരു വർഷമായിരുന്നു 2023-24.